ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ ഇപ്പോൾ നമ്മൾ ഒന്ന് ചായ കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാം, ഒന്ന് ജ്യൂസ് കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിർത്തിയതാണ്. ഇത് ലസാരി എന്ന് പറഞ്ഞിട്ട് കിഴക്കേക്കോട്ടമലാണ്. കിഴക്കേക്കോട്ടമ ഈസ്റ്റ് ഫോർട്ടിൽ ലസാരി ടീ ഷോപ്പ് ആൻഡ് ജ്യൂസ് ഷോപ്പ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. കണ്ടിട്ട് നല്ലൊരു ലുക്കൊക്കെ തോന്നുന്നുണ്ട്, നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി ഒന്ന് നോക്കാം. ലസാരിയുടെ ഓണറാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര കാലമായി നമ്മളിവിടെ തുടങ്ങിയിട്ട്? 3 months ആയി. മാർച്ച് 12-ാം തീയതി ഓപ്പൺ ചെയ്തു. പിന്നെ കോവിഡ് വന്ന് മാർച്ച് 22-ാം തീയതി പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? എങ്ങനെ പോകുന്നു? നല്ല റീച്ചാണ് നമ്മുടെ പിള്ളേർ, ക്രൗഡാണ് കൂടുതലും. പിന്നെ ഈ സ്പെഷ്യലുണ്ട്, കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ കണ്ടു. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ്? ജിഗർദണ്ഡ എന്ന് പറഞ്ഞൊരു ജ്യൂസ് ഐറ്റം പുറത്തുനിന്നുള്ള ടൈപ്പാണ്. പിന്നെ ഷേക്ക് ഐറ്റംസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നെ സ്നാക്സ് ആണ് കൂടുതലും. പൊറോട്ട റോളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 65. പിന്നെ ഈ തലശ്ശേരി വിഭവങ്ങളാണ് കൂടുതലും. ഉന്നക്കായ, കായപ്പോള, ഇറച്ചിപ്പോള, അത്തരത്തിലുള്ള മലബാർ വിഭവങ്ങളാണ് കൂടുതൽ ഈ പ്രദേശത്ത് ഉള്ളത്. ഇപ്പോൾ ലസാരിയാണ്. വേറെ എവിടെയും ഇതുപോലുള്ള ഇറച്ചിപ്പച്ചരി പോലുള്ള സംഭവങ്ങൾ മലബാർ വിഭവങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ജ്യൂസ് ഐറ്റംസ് എന്തൊക്കെയാണുള്ളത്? ജ്യൂസ് എല്ലാതരം ഷേക്കുകളുണ്ട്. ഫലൂദ, ഫ്രഷ് ജ്യൂസ് ഐറ്റംസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന്. അതിങ്ങനെ ഇവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഐറ്റം തിരിഞ്ഞിട്ടാണ്. അവക്കാടോ ജ്യൂസൊക്കെ ഉണ്ട്, അവക്കാടോ ഷേക്ക്, കപ്പലണ്ടി കിടക്കുന്നുണ്ട് മുകളിൽ. നല്ല അടിപൊളിയായിട്ട്. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അല്ലാണ്ട് കട്ടിയില്ല. ഐസ്ക്രീം ഷേക്കിൻ്റെ ഒക്കെ പോലെ കട്ടിയുള്ള സാധനമല്ല. അതുകൊണ്ട് നമുക്ക് ജ്യൂസ് പോലെ തന്നെ കുടിക്കാവുന്ന സംഭവമാണ്. ഇത് സാധാരണ അവക്കടോ വരുന്നത് നല്ല കട്ടിയിലാണ് കേട്ടോ വരിക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്കങ്ങനെ കട്ടിയിലുള്ളത് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ എടുപ്പിച്ചതാണ് കേട്ടോ. ജ്യൂസ് പോലെ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷേക്ക്, അതായത് തിക്കായിട്ടുള്ള ഷേക്ക് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ തന്നെയാണ് കിട്ടുക. നോർമൽ ഇതിലാണ് കിട്ടുക. പിന്നെ ഇതുപോലെ കട്ടി കുറച്ച് തരാൻ പറഞ്ഞാൽ അവർ അതുപോലെയും ചെയ്ത് തരും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളും ഷേക്കുകളൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് എല്ലാം റിവ്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ വയറിനില്ല. അതുകൊണ്ട് എല്ലാം നോക്കണില്ല കേട്ടോ. അപ്പോൾ
നമ്മുടെ ഒരു ഐറ്റം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അവക്കടോ ഇഷ്ടമാണ്, അതുകൊണ്ട് അവക്കടോ പറഞ്ഞതാണ്. സംഭവം ഓക്കെയാണ്, മധുരമൊക്കെ കറക്റ്റാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ലസാരിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഷേക്ക് കഴിച്ചു കഴിഞ്ഞു. എല്ലാ ഐറ്റംസും കഴിച്ച് റിവ്യൂ പറയാൻ ഉള്ള ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ അത്. നമുക്ക് കഴിക്കാനുള്ള സ്ഥലങ്ങളിൽ കയറി നമ്മൾ കഴിക്കുന്നു, അതിൻ്റെ റിവ്യൂ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ എല്ലാ ഐറ്റംസും വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു റിവ്യൂ പറയാനുള്ള അത്രയും വലിയൊരു യൂട്യൂബ് ചാനലൊന്നുമല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. നമ്മുടെ ഈ ഒരു ഫുഡ് റിവ്യൂ ചെയ്യുന്ന സെക്ഷൻ ഇനിയും തുടരും. ഇനി തൃശ്ശൂരിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജില്ല വിട്ട് അങ്ങനെ പുറത്ത് പോകാറില്ല. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.